ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഫുഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോംബെ സമൂസയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 100 ml തൈരിലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കലക്കി 10 മിനിറ്റ് മാറ്റി വയ്ക്കും. 300 ഗ്രാം മൈദയും 120 ഗ്രാം ഡാൽഡയും ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിച്ച് പുട്ടിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. തൈരും സോഡാപ്പൊടിയുള്ള മിശ്രിതം കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിൽ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മല്ലി, സവാള ഒരു വലുത്, ഇഞ്ചി ഒരു കഷ്ണം, ക്യാരറ്റ് 2 എണ്ണം, പച്ചമുളക് ഒരു 5 എണ്ണം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, വെളുത്തുള്ളി 5 എണ്ണം, മല്ലിയില കുറച്ച്, കസ്തൂരിമേത്തി 1 ടീസ്പൂൺ, വറക്കാൻ ആവശ്യത്തിന് എണ്ണ. 1/2 ടീസ്പൂൺ മല്ലി വറുത്തെടുക്കുക. വറുത്തെടുത്ത മല്ലി കുഞ്ഞി അമ്മിക്കല്ലിൽ പൊടിച്ചെടുക്കുക. അധികം പൊടിക്കരുത്, ചെറുതായിട്ട് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങിയെടുക്കുക. കൈ കൊണ്ട് ശരിക്കും ഉടച്ചെടുക്കണം. സവാളയും പച്ചമുളകും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുക. പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക. സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന മല്ലിയും ചേർക്കണം. അത് കഴിഞ്ഞ് മല്ലിയിലയും കസ്തൂരിമേത്തിയും ചേർത്ത് ഇളക്കി കൂട്ടിയെടുക്കുക. വേണമെങ്കിൽ ബീഫോ ചിക്കനോ പ്രോൺസോ മീറ്റോ എന്തുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫില്ലിങ് തയ്യാറായി. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ബോളാക്കി മാറ്റി വയ്ക്കുക. ഇതേപോലെ റോളാക്കി എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. രണ്ടായി മുറിക്കുക. മുറിച്ച ഭാഗം കോൺ പോലെ ആക്കിയെടുക്കുക.
അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറയ്ക്കുക. വെള്ളം കൊണ്ട് 2 അരികും ഒട്ടിച്ചെടുക്കുക. എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സമൂസ ബ്രൗൺ കളർ ആകണ വരെ വറുത്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. സ്വാദിഷ്ടമായ ബോംബെ സമൂസ തയ്യാർ. പുതിന ചട്നിയുടെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഞെക്കുക.